പേഴുംപാറ വക്കാവ് റോഡിലെ തോട്ടുംപള്ളം പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. കനത്ത മഴ പെയ്താൽ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്ന സ്ഥിതിയാണ്. വീടുകളിലേക്കും മഴവെള്ളം കയറി തുടങ്ങിയതോടെ കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ്. നിലവിലെ പുഴയ്ക്ക് മാറ്റിയിട്ട് നിയമം ലംഘിച്ച് കാറ്റ് പറത്തിയിട്ട് ചെയ്ത പണിയാണ്. 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലാണ് ദിവസങ്ങളായി വെള്ളക്കെട്ട് തുടരുന്നത്. മഴ ശക്തമായാൽ വീടുകളിലേക്ക് വരെ വെള്ളം കയറുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിൽ കൂടെ 10-500 പിള്ളേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പൂമ്പഴി കാണണം. ഇവിടെ മെയിനായിട്ട് ഇതെല്ലാം വേറെ വഴിയില്ല ഞങ്ങൾക്ക് പോകാനും വരാനും. അപ്പോൾ അതിനൊരു സംവിധാനം കണ്ടേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ പഞ്ചായത്തിൽ പോയതും സ്റ്റേഷനിൽ പരാതി കൊടുത്തതും വില്ലേജിൽ പോയതും മറ്റേ കൃഷിഭവനിൽ പോയിട്ടൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഒക്കെ വന്നിട്ട് നോക്കിയിട്ട് പോയല്ലാണ്ട് ഒരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല. വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. എന്നാൽ ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ട് ഇതിൻ്റെ പരിസ്ഥിതിയൊക്കെ കണ്ടിട്ട് പോയതാണ്. അവരോട് വന്നിട്ട് 4 പേര് വന്ന് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ നോക്കാൻ വേണ്ടി SI പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങോട്ട് വന്നില്ല. വെള്ളം ആ റോഡ് നിറഞ്ഞു പോവാണ്. അവിടെ 3 വീടുണ്ട്. ആ വീട്ടിൽ വെള്ളം കയറി റോഡ് പരന്നു പോവാണ് വെള്ളം. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞാണ് മഴ പെട്ട കാരണം. നല്ല മഴയായി കഴിഞ്ഞാൽ അവിടെ നല്ല വെള്ളം ഫുള്ളും നിറഞ്ഞു പോകണം. അവിടെ 3 വീട്ടിലും വെള്ളം കയറും. നമ്മുടെ ഫ്രണ്ടിൽ മുറ്റം വരെ അങ്ങനെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ. ഇവിടെ 9 വീട്ടിലും ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അതാണ് ആർക്കും ബാത്റൂമിൽ. മുൻപ് സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പിലൂടെയാണ് മഴവെള്ളം ഒഴുകിപ്പോയിരുന്നത്. എന്നാൽ സ്ഥലമുടമ ഭൂമി സംരക്ഷിക്കുന്നതിനായി പൈപ്പ് നീക്കം ചെയ്തതോടെ മഴവെള്ളം പുറത്തേക്കൊഴുകാനുള്ള വഴി അടയുകയും പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കാൻ തുടങ്ങുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഈ വെള്ളം പാടത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് തടഞ്ഞ് ബ്ലോക്ക് ആക്കിയിട്ട് കേലില്ലാത്ത സ്ഥലത്ത് മണ്ണ് കൊട്ടി ഫില്ല് ചെയ്തു. അത് കാരണം വെള്ളം ബ്ലോക്കായി. ഓരോ മഴയിലും വെള്ളം പ്രദേശത്ത് കെട്ടിക്കിടക്കുകയും ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുരിതത്തിലാവുകയും ചെയ്യുകയാണ്. നിലവിൽ മുട്ടോളം ഉയരത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യമാണ്. മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നത് തടയാൻ വീടുകൾക്ക് മുന്നിൽ ചാക്കുകെട്ടുകൾ നിരത്തി താൽക്കാലിക തടയണകൾ ഒരുക്കിയാണ് പ്രദേശവാസികൾ രക്ഷ നേടുന്നത്. എന്നാൽ മഴ ശക്തമാകുമ്പോൾ ഈ പ്രതിരോധ സംവിധാനങ്ങളും ഫലപ്രദമാകില്ലെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. സ്വകാര്യ വ്യക്തികൾ കാലാകാലമായിട്ട് പൈപ്പ് ചാലുണ്ടായിരുന്നു. ആ പൈപ്പ് ചാല് നിയമം ലംഘിച്ച് തൂർക്കുകയും ആ പൈപ്പിന് പുഴക്കിയിട്ട് ഇവിടെ ജനങ്ങളെ മനസ്സുമുട്ടിക്കുന്ന രീതിയിൽ മഴക്കാലമായ ഇവിടെ വെള്ളം കെട്ടി നിന്നിട്ട് വീടുകളിൽ കയറിയിട്ടും ഇവിടെ സ്ഥിര താമസക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ 4 വീടുകളിൽ വെള്ളം കയറി. ഇപ്പം നിലയും മിരിഞ്ഞായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നോക്കി. അതുപോലെ വെള്ളം ചീഞ്ഞ് നാറി ഇവിടെ രോഗം വരെ ബാധിച്ച് ആസ്പത്രി കിടക്കുന്ന രീതിയിലാണ്. ഇത് നടക്കാൻ വഴിയില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. ഒരാൾക്ക് അസുഖം എന്ത് ചെയ്യും? ആ അവസ്ഥയാണ്. നിയമം ഒന്നിനും വഴിയില്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ 10-25 വീട്ടുകാർ ഇവിടെ താമസിച്ച് വരുന്നത്. വീടടക്കം മുടിഞ്ഞു പോയിട്ട കാര്യത്തിൽ വെള്ളങ്ങൾ കയറിയിരിക്കും. ഇവിടെ 4 വീട്ടുകൾ വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാം രേഖാമൂലം നൽകിയിട്ടുണ്ട്. ഇത് നിയമം ലംഘിച്ചുകൊണ്ട് ഈ പ്രതി ചെയ്തിട്ട് ജനങ്ങളെ മനസ്സ് മുട്ടിക്കുകയാണ്. ഈ നിലവിൽ പോയിക്കൊണ്ട് കാലകാലം പോയിക്കൊണ്ട് അതിനെ പുഴയ്ക്ക് മാറ്റിയിട്ട് ഞങ്ങൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അത് നിയമം ലംഘിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ണുപൊട്ടിച്ച് നിയമം ലംഘിച്ച് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. നിരവധി വിദ്യാർത്ഥികളും തൊഴിലാളികളും ദിവസേന ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് പേഴുംപാറ വക്കാവ് റോഡ്. വെള്ളക്കെട്ട് മൂലം ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. വെള്ളക്കെട്ടിലൂടെ ദിവസേനയുള്ള യാത്ര അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയാണ്. ലക്ഷങ്ങൾ കൊടുത്ത സ്ഥലവും വീടും വാങ്ങിച്ചിട്ട് ഈ വീട്ടിലോ ബാത്റൂമൊക്കെ നിറഞ്ഞ് മെന്തി പോണ അവസ്ഥ. വീട്ടിന്റെ വാതിക്ക് വെള്ളം കയറിക്കാം. കട്ടിലപ്പടിക്ക് ഒപ്പമാണ് വെള്ളം. ഇതിനെന്തെങ്കിലും നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. ഇന്ന വഴിയൊക്കെ കോൺക്രീറ്റ് ഇട്ട് അടച്ചു വെച്ചിട്ടാണ് ഇതിപ്പോ മണ്ണിട്ട് തൂർത്തിരിക്കുന്നത്. അത് ശരിയാക്കി തരണം. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ ഇഴജന്തുക്കളുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. ദുർഗന്ധം പരക്കുന്നതും കൊതുകുകളുടെ വർധനവും പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയവും നിലനിൽക്കുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലും പോലീസിലും നിരവധി തവണ പരാതി നൽകിയിട്ടും ഇതുവരെ ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സ്ഥിരം സംവിധാനമൊരുക്കി പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇനിയും മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും തുടർന്നും ഇതിലൊരു നടപടി ഇല്ലെങ്കിൽ പഞ്ചായത്ത് മുമ്പിൽ ഞങ്ങൾ നിരാകരണം എടുത്ത് സമരം ചെയ്യാനുള്ള തീരുമാനമാണ്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കണ്ണ് തുറന്ന് നിയമം മുന്നിലോട്ട് കൊണ്ടുവരുമെന്നാണ് ഞങ്ങളുടെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. ഈ ചെറിയ കുട്ടികളോട് വെള്ളം കയറി പാമ്പുകളൊക്കെ ഇഴജന്തു അരിച്ചു വന്നിട്ടില്ല മിരിഞ്ഞാത്ത മഴയ്ക്ക്. ഇപ്പം മഴ കുറവുള്ളവരെയാണ് വെള്ളം കുറവായിരിക്കുന്നത്. അത്രയും ഞങ്ങൾ മനസ്സ് മുട്ടി ഇവിടെ ജീവിതം വളരെ ഇതാണ്.
അസുഖം വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ ദുർഗന്ധം മൂലം ഒരു വ്യക്തി ചെയ്ത മറ്റേ വേലയാണ് ഇത്രയും ബുദ്ധിമുട്ടായ ജനങ്ങളെ. 10-20 വീട്ടുകാർക്ക് നടക്കാൻ പറ്റുന്നൊരവസ്ഥയാക്കിയതായ ഒരൊറ്റ വ്യക്തിയാണ്. UTV ന്യൂസ്, പാലക്കാട്.